ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നാളെ ഞാൻ ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ലാപ്സിയും കൊണ്ട്, അതായത് നുറുക്ക് ഗോതമ്പ്. അന്ന് ഞാൻ ലാപ്സി പറഞ്ഞ് ചിലർക്കൊന്നും മനസ്സിലായില്ല. നമ്മളില്ലേ എന്നും പറയുന്നത് കേട്ടങ്ങ് പറയും. നമുക്ക് അത്ര അങ്ങോട്ട് മൈൻഡിൽ വന്നില്ല അയ്യോ ലാപ്സി മലയാളത്തിൽ എന്തുവാണെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ കൊണ്ടുള്ള ഒരു എന്താ പറയുക, മധുരമായിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് മധുരത്തിനനുസരിച്ച് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കണേ. ഞാനിപ്പോൾ ഒരു 3.5 കട്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കാനായിട്ട് വെക്കട്ടെ. ഒന്ന് ഉരുകി വന്നാൽ മതി. ഞാനിവിടെ കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് അന്ന് ഉരുക്കിയത് ഒരു ഇത്തിരി ഒന്ന് ഇതായിപ്പോയി, കൂടിപ്പോയി മൂപ്പ്. അപ്പം അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പ് ഒന്ന് വറക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതൊക്കെ. ഇവിടെ ഇവന്മാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഞാൻ എന്തോ അന്നേരം ഒന്ന് ഇടുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് അത് ഇടണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. കറുത്ത അരിയില്ലാത്ത മുന്തിരിങ്ങ, നമ്മുടെ റേസിൻസ് അല്ല, വേറെ കറുത്ത ഇത് വരുമല്ലേ, അതായി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നേ. അപ്പോൾ അതെല്ലാം വറുത്ത് മൂത്ത് ഞാൻ അതൊന്ന് കോരിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യിലേക്ക് ഞാൻ അതായത് 1/2 കിലോ ലാപ്സി ഇതാണ് ലാപ്സി എന്ന് പറയുന്നത്, നമ്മുടെ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി കുഞ്ഞ് പീസായിട്ടുള്ളതാണ് കേട്ടോ. വലിയ പീസായിട്ടുള്ളതും വരും, അത് ഈ കഞ്ഞിക്കൊക്കെ നല്ലതാണ്. ഇതെല്ലാം ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിട്ടുള്ളതാണ്. അതിപ്പം ഒന്ന് മൂത്ത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ 1 കപ്പിന് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 6 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു വിസിലടിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് ഒരു വിസിൽ വരട്ടെ. ഞാനപ്പോൾ ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലി ഉണ്ടല്ലേ, ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതെടുത്ത് ചായക്കകത്ത് ഇടുക ആ തൊലി. ഇപ്പം അച്ചാച്ച അല്ലല്ല കുഞ്ഞ്, നീയല്ലേ, അതുകൊണ്ടാണ് അപ്പച്ച അങ്ങനെ ചെയ്യുന്നേ. നീ ഇണ്ണീര്, നീ എന്തോട് കൂടെ ഇത് കണ്ട് ആസ്വദിക്കുവാന്നോടാ? അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ടേ പറയുന്നു, പ്രൈസം പറയുന്ന അപ്പച്ച അങ്ങനെ ചെയ്യാതെ അപ്പച്ച, എനിക്ക് കൊള്ളുന്ന അപ്പച്ച. അപ്പം ഞാൻ ചിന്തിച്ച് എന്തുവാന്ന്. അപ്പം നോക്കണേ അപ്പച്ച അവനെ ഇക്കിളാക്കുക. അപ്പം അവൻ പറഞ്ഞ അപ്പച്ചൻ്റെ നഖം എനിക്ക് കൊള്ളുന്നതെന്ന്. അപ്പച്ച ഇന്നലെ നഖം വെട്ടിയതാ, വെട്ടിക്കഴിഞ്ഞ് എനിക്ക് ഒന്നുകൂടെ ഷാർപ്പ് പോലെ ആകുമല്ലേ. അവനെ ഇക്കിളിയിട്ട് അവനെ എണ്ണിപ്പിക്കുക. അപ്പോൾ പോളിങ്ങിനെ നോക്കി ഞാൻ ചോദിച്ചാൽ നീ എന്തുകൂടെ കണ്ട് ആസ്വദിക്കുവാന്നോ. അപ്പോൾ അവൻ പറയുന്നത് അപ്പച്ച എന്നെ ഇക്കിളാക്കാതെ പോളച്ചാച്ചനെ പോയി ഇക്കിളാക്കാന്ന് പറയുക പ്രൈസൻ. ഞാൻ അന്നേരം ഇന്നലെ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ അതങ്ങ് മെഴുക്ക് പുരട്ടാന്ന് വെച്ച്. അപ്പോൾ അതവിടെ കിടന്നോളം ആയിക്കോളൂ. ഇപ്പോൾ ഇത് കുക്കറിലായി, ഞാനത് വേറൊരു പാനിലോട്ടാക്കുന്നുണ്ട്. അപ്പം പോൾ അവിടെ ഒരു പാട്ട് പാടിയത് നിങ്ങൾ കേട്ടോ? എവിടെയോ കേട്ടതാണ്, ഇപ്പോൾ കുറേ നാളുകൊണ്ട് അതും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. ദോശ ഇഡലി സാമ്പാർ വട എന്നും പറഞ്ഞ് എവിടെ കേട്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഇവന്മാർക്ക് അത്ര ഇഷ്ടമായില്ലത്.
എന്തോ പിള്ളേരാന്ന് എനിക്കറിയത്തില്ല, നല്ല ടേസ്റ്റാണ്. റീച്ചാനും ഇഷ്ടപ്പെട്ട്. റീച്ചാൻ അങ്ങനെ ചിലതൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. റീച്ചാൻ ഇതിൻ്റെ മധുരമല്ലാത്ത നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ലേ, അതുപോലുള്ളതും ഭയങ്കര. റീച്ചാൻ പറയുന്നത് ഇനിയും ഇങ്ങനെ ഉണ്ടാക്കണ്ട, അതുപോലുള്ളത് ഉണ്ടാക്കിയാൽ മതി. നല്ല മധുരവും ഇതെല്ലാം ഇട്ടിട്ട് ഈ കിസ്മിസൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയുമായിരുന്നു ഇതിനേക്കായി ഡബിൾ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇടുവാണെങ്കിൽ കുറേയും കൂടെ നല്ല. ഞാനിതൊരു പേരിന് വേണ്ടി ഇട്ടതേ ഉള്ളൂ. ഞാനിതെല്ലാം കൂടെ ഇട്ട് ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നെയ്യുമൊക്കെ ഇച്ചിരി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തോടെ, എനിക്ക് ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ നെയ്യിൽ വറുത്തിടുന്ന ഇഷ്ടമാണ്. അതും ഇവന്മാരെ പേടിച്ച് ഞാൻ ഇടാഞ്ഞിയാണ്. അപ്പം ഞാൻ പൊടിച്ച ഏലക്കാപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തോട്ടൊക്കെ ചേർത്തിട്ടുണ്ടേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്കായും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ആ വല പോലുള്ളതൊന്ന് കുറഞ്ഞ് കിട്ടും. വീഡിയോ ഓണല്ലായിരുന്നു. കിഷ്മിസൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ പോള് വന്ന് പറയുക കിസ്മിസ് ഒന്നും ഇടണ്ടായിരുന്നു, അല്ലാതെ തിന്നാനാ നല്ലതെന്ന്. ഞാൻ പറഞ്ഞു ഇച്ചിരി കിസ്മിസൊക്കെ ഉള്ളതാണ് നല്ലതെന്ന്. അപ്പം ഞാനിങ്ങനെ പാത്രത്തിൽ ഇട്ട് ബൗളിലാക്കി. അന്നേരം കാണാനൊരു രസമുണ്ട്. भी वीडियो आने ना, चलो आ जाओ ना, आओ ना प्लीज। अब वीडियो के लिए अच्छा है। नहीं मेरा हो गया अच्छा है। അവിടെ അപ്പനും മക്കളൂടെ ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ പ്രൈസും പപ്പായെ വിളിക്കുക, വാ പപ്പാ വീഡിയോയ്ക്ക് വേണ്ടി നല്ലതാവാന്ന്. അപ്പോൾ പ്രൈസ് ഇന്നാളത്തെ കൂട്ട് ഇവിടെ പപ്പായെ ബ്യൂട്ടി ചെയ്യിപ്പിക്കുക. ഞാൻ അകത്തിരുന്ന് കണ്ട് കുറേയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എടുക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് രണ്ടവന്മാർക്കും അത്ര താല്പര്യമായില്ല. ഞാൻ ഇത്രയും ബാക്കി. റീസൺ ഇന്ന് ഹാഫ് ഡേയാണ്. അപ്പം രാവിലെ കഴിച്ചില്ല, ഞാനൊന്നും കൊടുക്കുന്നില്ല. എന്തോന്നേലും 2 മണി വരെ ഇവിടെ ഉണ്ട്. വിശക്കുമ്പോൾ ഇതെടുത്ത് കൊടുക്കും. അപ്പം സ്കൂളിൽ പോകുകയാണെങ്കിൽ ഞാൻ വല്ലതും കൊടുത്തേനെയായിരുന്നല്ലോ, വിശന്ന് പോവുകയാണെന്നല്ലോ എന്ന് പറഞ്ഞു. എന്താ അതിന് കുഴപ്പം? ഒരുത്തൻ പോൾ പറയുന്നത് റവ സൂചിയുടെ ഹൽവ എന്താ ഉണ്ടാക്കുക. നമ്മുടെ സൂചി ഇതുമായിട്ട് എന്തോടെ വ്യത്യാസം? പിള്ളേരുടെ ഓരോ അഹങ്കാരങ്ങളെ. അന്ന് പക്ഷേ പോള് രാവിലെ കഴിച്ചില്ല, അന്നുണ്ടാക്കിയോണ്ടേ എക്സാമിനെന്നും പറഞ്ഞ് അങ്ങ് പോയി. വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ വന്നിട്ട് അവൻ കഴിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് തണുത്ത് മീൻസ് ഇത്തിരി കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ചൂടാക്കി കഴിച്ചെന്ന് പറയുന്നു. അവൻ വന്നോണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവൻ വന്നോണ്ട് പിന്നെ ചപ്പാത്തി കഴിച്ചാൽ തിരിച്ചെന്നാൽ വൈകിട്ട് കുറച്ച് കഴിഞ്ഞ് ചൂടാക്കി ഞാൻ കൊടുക്കാം. ഞാൻ അങ്ങനെ അകത്ത് കയറിപ്പോയി. അപ്പോൾ അവൻ തന്നെ ഇടയ്ക്ക് ചൂടാക്കി കഴിച്ചെന്ന് പറയുന്നു. പക്ഷെ അവൻ ഇന്നിപ്പോൾ ഇച്ചിരി കുറച്ച് കഴിച്ചു, മറ്റവൻ തൊട്ടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ. ഇനിയിപ്പോൾ രാവിലെ കൊടുത്തത് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. 2 മണിക്കൂറൊക്കെ ആയി. വെള്ളമെല്ലാം നിറച്ച് വെച്ചു. ഇനിയും വെള്ളം ഒരു ശരീരത്തിലും കൂടെ വെക്കണം. പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു. മീൻ ഇന്നലെ കിട്ടിയത് അതെടുത്ത് വെള്ളത്തിൽ ഇടണം. ഒരു മീൻകറി വെക്കണം. ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ തിരിച്ചാ വരുന്നില്ലേ മക്കാന. ഞാനിത് റൈസിന് വറുത്തായിരുന്നു കൊടുക്കുന്നത്. ഞാനൊരു ദിവസം എന്നോട് ഇങ്ങനെ വാട്സപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചേച്ചി ഇതിൻ്റെ റെസിപ്പി എല്ലാം വേറെ ഉണ്ടാവും. അപ്പം ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ റെസിപ്പി ഇതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ പായസം ഉണ്ടാക്കുന്നുണ്ട്, ഇതിൽ സാലഡുണ്ട്, ഇതിൻ്റെ കറിയുണ്ട്. അപ്പം ഞാൻ ഇന്നൊന്നും ഇതൊരു കറി ഉണ്ടാക്കാൻ വെച്ച് നമ്മൾ ബട്ടർ ചിക്കൻ വെച്ചില്ലേ. അപ്പം ഞാൻ അതിൽ കുറേ കണ്ടു. അതൊന്നും എനിക്കങ്ങോട്ട് അത്ര അങ്ങോട്ട് താല്പര്യമായില്ല. അതും എൻ്റെ ഐഡിയയിലുള്ളതും കൂടെ അതിൽ നിന്ന് ഒരു ഇച്ചിരി ടിപ്സ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഐഡിയ ആയിട്ട് ഉള്ളതും കൂടെ ചേർത്തൊരു കറിയും ചപ്പാത്തിയൊക്കെ നല്ലതാണ്. ഞാൻ കുറച്ചെടുത്തൊന്നും ഉണ്ടാക്കട്ടെ. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി.
പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്തോടാ എനിക്കെന്തോ ഗ്രഹണശക്തി ഉണ്ടോ? നീ ഇന്നതാ ചെയ്യാൻ പോന്നേന്ന്. ഗ്രഹണശക്തി വേണം. 100 ഗ്രാം. അപ്പോൾ ഇത് 100 ഗ്രാമിന് 204 രൂപയൊക്കെ എഴുതിയേക്കുന്നത്. പക്ഷേ 160-നും 70-നും എങ്ങാണ്ടാ റേച്ചാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഞാനിവിടെ അടുക്കളയിൽ നിന്നുകൊണ്ട് അവിടെ ഭയങ്കര ചിരിയും ബഹളവും. അങ്ങനെ ഞാൻ വീഡിയോയും കൊണ്ട് മൊബൈൽ കൊണ്ട് ചെന്നപ്പോഴത്തേന് പോള് പറ എല്ലാം തീർന്ന്, മമ്മി എന്താ ആ സമയത്ത് വരണമായിരുന്നെന്ന്. ഞാൻ നേരം അതാ ചോദിച്ചത്, എനിക്ക് ഗ്രഹണശക്തി ഉണ്ടോ, നിങ്ങൾ ചിരിക്കാൻ പോവാ, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പോവാന്ന് സൗണ്ട്. ഞാൻ ചെന്നപ്പോഴത്തേക്കിന് അവിടുത്തെ എല്ലാം തീർന്നു. അവിടെ ഇപ്പം ചായ കുടിച്ചോണ്ടിരുന്നത് അടുത്ത ചായയാണ്. ഞാൻ അവന്മാരത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഇതൊന്ന് ഇച്ചിരി നടിക്ക് പിടിച്ച്. അപ്പോൾ ഇത് ഇച്ചിരി ഓയിലോ ബട്ടറോ ഇട്ടിട്ട് വേണം ഇത് ഒന്ന് വറക്കാനായിട്ടേ. അപ്പം ഞാൻ പിന്നെ അത് വറുത്തവിടെ വെച്ചപ്പോഴത്തേക്കിന് ആ കറുത്തതെല്ലാം ഞാൻ മാറ്റി വെച്ച് കറിയിലിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് വറക്കേണ്ടി വന്നു. അത് വറുത്ത് വെച്ചപ്പോഴത്തേക്കിന് ഫ്രീസനൊക്കെ വന്നെടുത്ത് തിന്ന് കുറച്ചായി. അപ്പോൾ ഇത് നമ്മളൊന്ന് പൊടിക്കുന്ന ഉടനെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിയും. ആ പരുവം വരെ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഞാൻ അമ്മമാരുടെ അടുത്ത് പോയപ്പോഴത്തേക്കിന് അത് ഇങ്ങനെ തീ ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിങ്ങനെ അടിക്കങ്ങ് പിടിക്കും പെട്ടെന്ന്. എന്തുവാടാ എടാ, നീ എന്തോ നോക്കോടാ? കയ്യെങ്ങാണ് ഇന്ന് പോണം. എടാ അങ്ങനൊന്നും അല്ല പോളെ, നീ വെക്കവിടെ. അത് ചെമ്പലില്ല. എടാ എന്തോ നോക്കുവാന്ന് നീ പറ, ഞാൻ കാണിക്കാം. കയ്യെങ്ങാണ് മുറിയണം, മുള്ളൊക്കെ കാണും. നീ ഇത്ര പേടിയാണ് അതാണ്ട് ഇങ്ങനെ തുറക്കുന്നേ. വേണ്ട മാറ്. എടാ നാറുവടാ. എടാ നീ പഠിക്കാൻ പറഞ്ഞ പോയി പടിയടാ. എടാ നീ പോടെ ഇറക്കാം. വീഡിയോ കണ്ടന്റ് ചെയ്യാനാ? വീഡിയോ പോയി, വീഡിയോ ചാലുവാ. മാറാ. എടാ ഇത് അവിടെ ഇതായതാണ് സ്കിന്ന്. ചേടാ എന്തോ കാണാനാ? ഇവിടെ നിന്നുള്ള അഴുക്ക് അങ്ങോട്ട് കേറി. അതേ ഉള്ളതാണ്ട്. उसके अंदर का लीवर है ना. നീ പോ, നീ മാറി. ഞാൻ मेरे को बस एक बार वो खोलने दो ना. എടാ തെറിക്കൂടാ നീ ചെയ്യുന്ന പോലെ. അങ്ങനൊന്നും അല്ലടാ, നീ മാറ്. മതി മതി മാറ്. इधर से फाड़ो और अंदर खोल के देखो. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ നോക്കിയാ മതി. എന്തോ ചെയ്യണം? बीच में से फाड़ो, देखो कैसा है. बस इतना ही है उसका अंदर का सामान. മാറ്. इसके अंदर ही लिवर पेट सब है. ठीक. इतना छोटा मच्छी है. അപ്പം ഞാൻ മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങോട്ട്
അകത്തെ മുറിയിൽ തുണി ഉണങ്ങിയ തുണികളെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ ഒരുത്തൻ ഇവിടെ വന്ന് അടുക്കള മീനെ ശൃംഗരിക്കുന്നു. ചോദിച്ചെണ്ണേ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക നിന്ന്. പിന്നെ അത് അതിനെ ഒന്ന് കീറി കാണിക്കണം, അതിൻ്റെ അകത്ത് എന്തോ അതിൻ്റെ ലിവറും ഇൻറ്റെസ്റ്റൈനും എല്ലാം കാണാനായിട്ട്. പിന്നെ അതെല്ലാം കാണിച്ചു. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു 4-5 എണ്ണം എടുത്ത് മസാല പുരട്ടി വെച്ച് വറക്കാനായിട്ട്. ഇന്നിപ്പം വറക്കുന്നില്ല, നാളെ വറക്കാം. ഇന്നിപ്പോൾ കറി വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വെച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് വറുത്തായിരുന്നു, അതിൽ കുറച്ച് അടിക്ക് പിടിച്ച് ബാക്കി വെച്ച് ഇവനൊക്കെ എടുത്ത് തിന്നു. അങ്ങനെ ഞാനും തിന്നു കേട്ടോ. വറുത്ത് ആ എണ്ണയിൽ ഇച്ചിരി വറക്കുന്ന ഉടനെ നല്ല ടേസ്റ്റാണ്. ബട്ടറിലാന്നെ പിന്നെ പറയുകയും വേണ്ട. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ എടുത്തൊന്ന് വറുത്ത്. നിങ്ങൾ ക്യാഷ്യൂനട്ട് നന്നായി ചേർക്കുവാണെങ്കിൽ ഈ ചെയ്യുന്നത് ചെയ്യണ്ട. ഇപ്പം ഞാൻ കുറച്ച് ക്യാഷ്യൂനട്ട് ചേർക്കുന്നുള്ളത് കൊണ്ട് കറിക്ക് ഒരു തിക്കിന് വേണ്ടി തീ ഏറ്റവും കുറച്ചിട്ടേക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ കടലമാവ് ഒന്ന് വറുത്തെടുക്കുക. ഏറ്റവും തീ കുറച്ചിട്ടേക്കും കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ, ഒന്നും ഇച്ചിരിയും കൂടെ. അപ്പം നന്നായിട്ട് ക്യാഷ്യൂനട്ട് ചേർക്കുവാണെങ്കിൽ ഇത് ചേർക്കണ്ട. ഞാനൊരു ഇച്ചിരിയേ ചേർക്കുന്നുള്ളൂ ക്യാഷ്യൂനട്ട്, അതുകൊണ്ടാണ്. ഇത് നന്നായി മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ കോരിയെടുക്കും കേട്ടോ. ഇപ്പം ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 സവാള, അപ്പം നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് വഴട്ടിയിട്ട് അതൊന്ന് അരച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് സവാള അങ്ങ് ഒത്തിരി അങ്ങ് പൊടിയായിട്ട് ഞാൻ അരിയുന്നില്ല, എന്നാലും ഒരിച്ചിരി ചെറിയ പീസായിട്ട് അരിയുന്നത്, കാരണം അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. അതേസമയം നമ്മൾ അരയ്ക്കാതെ ചെയ്യുകയാണെങ്കിൽ സവാള പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട്, അതുപോലെ ടൊമാറ്റോയും നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ വഴട്ടിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മസാലയൊക്കെ ചേർത്ത് ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴട്ടിയതിന് ശേഷം അരയ്ക്കുന്നു. അതുകൊണ്ട് പിന്നെ ഇത്തിരി വലിയ പീസിലാണ് ഞാൻ, ഒത്തിരി അങ്ങ് വലിയതല്ല, എന്നാലും നല്ല ഈ രീതിയിലാണ് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ ആ കടലമാവ് വറുത്ത അതേ അരിക്കൊക്കെ കടലമാവ് പിടിച്ചിരിപ്പുണ്ട്. ഞാനത് കഴുകാനൊന്നും പോയില്ല. അതിലേക്ക് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒന്നീ ബട്ടറോ നെയ്യോ യൂസ് ചെയ്യാം, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഞാൻ എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ബേ ലീഫ്, എന്നിട്ട് ആ വട്ടത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ഈ സവാളയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാമേ. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടെ വട്ടത്തിലരിഞ്ഞത് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ചേർക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് കടൽമാവിൻ്റെ പ്രോസസ്സ് അങ്ങ് മാറ്റാം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ അരിഞ്ഞ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ട്, ടൊമാറ്റോ ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞതേ, ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇച്ചിരി നേരം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് ആവി കിടന്നൊന്ന് ടൊമാറ്റോയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് വരട്ടെ, ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നു. ഇതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം ഞാനെടുത്ത് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഏലക്ക ഇങ്ങനെ അരയ്ക്കാനായിട്ട് എടുത്തരേ. എന്നിട്ട് കൂടുതൽ ഞാനെടുത്ത് അരയ്ക്കുന്നത് ആ ടൊമാറ്റോയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആ പട്ടയുണ്ടല്ലേ, അതെനിക്ക് കിട്ടിയായിരുന്നു. ആ പട്ട ഞാനെടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. ബേ ലീഫും എടുത്തങ്ങ് മാറ്റും. എന്നിട്ട് 1/4 എടുത്തിട്ട് ഞാനതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ടേ. അതേസമയം മൊത്തം അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം. ഞാനിപ്പോൾ ആ അണ്ടിപ്പരിപ്പൊക്കെ ഇച്ചിരി ഇടയ്ക്ക് കടിക്കാൻ കിട്ടട്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇവിടെ പോളിന് ഇഷ്ടമായതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടിരുന്നേ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനാകുമ്പോൾ അധികം എരിവില്ല. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അത്രയും വേണ്ട, അതിനേക്കാൾ ഇച്ചിരി കൂടെ കുറച്ച് ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച് കടലമാവുണ്ടല്ലേ, അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെയൊക്കെ ഈ മസാലകളുടെ പച്ചമണം പോകുന്നിടം വരെ ഞാൻ ആ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലയുടെയൊക്കെ പച്ചമണം പോയി ഇതിലേക്ക് ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്തായിരുന്നു. അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്, ഒന്ന് ഒത്തിരി വെള്ളം ആക്കണ്ട കേട്ടോ, നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമേ. സൂര്യമേത്തി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്.
ഇതൊക്കെ നന്നായി ഒന്ന് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നു. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ മക്കാന ഇട്ട് കൊടുക്കുക. അതായത് താമര വിത്തോട് ഇട്ട് കൊടുത്തിട്ട് ആ പൊടിച്ച കസൂരി മേത്തി, ആ വറുത്ത കസൂരി മേത്തി ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലിട്ട് നമുക്ക് നന്നായി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു 5 മിനിറ്റ് അതൊന്ന് ചെറിയ ഇതിൽ നമുക്ക് അടച്ച് വെക്കാം. കാരണം ആ മക്കാനയ്ക്കകത്തൊക്കെ ആ മസാലയൊന്ന് പിടിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് ഹൈ പ്രോട്ടീനാണ് നമുക്കിത്. നല്ല റിച്ചായിട്ടുള്ളൊരു ഹെൽത്തി ഒരു കറിയാണെന്ന് വേണേൽ പറയാം. ഇതിൻ്റെ അകത്ത് മെഗ്നീഷ്യം, സിങ്ക് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ വില തന്നെ അതുപോലല്ലേ. ഞാനിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി മലായിയാണ് ചേർക്കുന്നത്. ഞാൻ മലായി ഇപ്പോൾ എന്തായിരുന്നോ ചേർക്കാൻ, അല്ല മലായി ഐസായിട്ടിരിക്കും. അതുകൊണ്ട് ഇച്ചിരി നേരം ഞാനതെടുത്ത് വെളിയിൽ വെച്ച് കുറച്ച് നേരമായിട്ടും അതൊന്ന് റെഡിയായില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇടാഞ്ഞത്. ഞാൻ ചിന്തിച്ചെന്നാൽ അതവിടെ ഇരിക്കട്ടെ, ആ നേരം കൊണ്ട് മീൻകറി അങ്ങ് റെഡിയാക്കാമെന്ന്. ഇവിടെ പോള് അങ്ങ് ഒത്തിരി അങ്ങ് അവന് ഇഷ്ടമായില്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പ്രൈസം മോന് ഒത്തിരി ഇഷ്ടമായി. കാരണം അവൻ പച്ചയ്ക്ക് തന്നെ അത് തിന്നുമായിരുന്നു. ഡാഡി എടുത്തിട്ടുണ്ട്. ഡാഡിക്കും കുഴപ്പമില്ല, റീച്ചാനും കുഴപ്പമില്ലായിരുന്നു. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല പനീർ കറി, ബട്ടർ ചിക്കൻ, അതിൻ്റെയൊക്കെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനതവിടെ കറി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മീൻ കറി വെക്കാനായിട്ട് പോയി. ഇപ്പം ചപ്പാത്തിക്ക് ഇത് റെഡി ആയില്ല, പിന്നെ മീൻ കറിയും കൂടെ ഒന്ന് വെക്കാമെന്ന് വെച്ച്. മീൻ ഞാൻ വെട്ടിയെടുത്തു. മീൻ ഞാൻ പീസൊന്നും ആക്കാൻ പോയില്ല. അത് അത്ര വലിയ പീസാക്കിയാൽ ചെറിയ പീസ്, തലയും കൂടെ കളഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തലയോടുകൂടി വെച്ചിട്ട് അതിലെ മീൻ നമ്മൾ വറക്കാൻ വരയത്തില്ലേ, അതുപോലെ വരഞ്ഞിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ അരപ്പം അവിടെ തിളയ്ക്കട്ടെ. ഞാൻ ആ നേരം കൊണ്ട് എന്നിട്ടും ഇത് ഐസ് മാറിയില്ല. ഞാനങ്ങനെ കുറച്ച് പാൽപ്പാട ഇങ്ങനെ കുഴിച്ചൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ക്രീം വേണമെങ്കിൽ ക്രീം തേക്കാം. അപ്പോൾ ഞാൻ ആ മക്കാൻ അവിടെ കുറച്ച് ബാക്കി അവിടെ ഇല്ലേ, നമ്മളെ അടുക്കി പിടിച്ച കറുത്ത് അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി കറിക്കകത്തിട്ടില്ല. അപ്പോൾ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇവിടെ ഇവന്മാർക്ക് ഇങ്ങനെ കൊടുത്താൽ പറ്റത്തില്ല. ഞാൻ പിന്നെ എന്തോ ചെയ്തെന്നോ, ഇത്തിരി ലൂസാവാൻ വേണ്ടി കുറച്ച് പാൽ, നമ്മുടെ സാധാ പാലുണ്ടല്ലോ, കാച്ചിയത് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തൊഴിച്ച് അതൊന്ന് ലൂസാക്കി. അപ്പോൾ അന്നേരം കുറേ കൂടെ ഒരു ടേസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ പാലൂടെ ഒഴിച്ചപ്പോഴത്തേക്കിന് കാണാനൂടെ ഒരു നല്ല ഒരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു സ്റ്റൈലുണ്ടല്ലേ. അപ്പോൾ കഴിക്കാനും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ പാലൂടെ ഒഴിച്ചവിടെ അവർക്കതൊന്നും പച്ചവെള്ളം ഒഴിച്ച് അത്ര റെഡി ആവത്തില്ല ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കാച്ചിയ പാലിരിപ്പുണ്ടായിരുന്നു, അതൊരിച്ചിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ കൊടുത്തു. കറി കൊള്ളാമോടി? ഇതെന്തുവാന്ന് വെച്ചാൽ മക്കാന എന്ന് പറയും ഹിന്ദിയിൽ, താമര വിത്ത്. ഭയങ്കര പ്രോട്ടീനും എല്ലാം ഉള്ളതാണ്. ഇച്ചിരി അരച്ചും ചേർത്ത്. എന്താ നിന്നെ തിരിച്ച് കടിച്ചോ? എടാ എന്നെ തിന്നല്ലേ എന്ന് പറഞ്ഞോ? നിനക്കങ്ങനെ ഉണ്ടോടാ ഇതിൻ്റെ ടേസ്റ്റ്? ഇഷ്ടമായോ ഇല്ലയോ? ഇതെന്തുവാ? നീ എന്തോ വിചാരിച്ച? അച്ചാച്ച നിന്നോട് പറഞ്ഞു കോണാന്നില്ലേ? ഇഷ്ടമായോ? സത്യം പറ. അവനല്ലേലും പച്ചക്കും തിന്നുമായിരുന്നു. ഇന്നും ഉപ്പിടാൻ മറന്നേനെയായിരുന്നു. പോളെന്തോന്നോ പറഞ്ഞത്. ഞാൻ ആ അത്രയും എടുത്ത് മാറ്റിയത് ഈ ഇച്ചിരി കാഷ്യൂനട്ട് 1-2 കാണത്തുള്ളൂ. ആ മസാലയും കണ്ടില്ലേ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ, അതിൽ നിന്ന് അവൻ 1-2 കിട്ടി. അവൻ കാഷ്യൂനട്ട് അരച്ചില്ലോ എന്ത്, അവൻ വേറൊരു വേടാ പറഞ്ഞത്. ഞാൻ ചോദിച്ചതാ, നിന്നെ അത് കടിക്കാൻ വന്നോടാ, തിരിച്ച് കടിച്ചോ? പോള് പ്രീസനോട് പറഞ്ഞ് നല്ല കറിയാടാ ഇന്ന്, കോൺ കറിയാണ്. ഇന്നാൾ ഞാൻ കോൺ കറി വെച്ചില്ലേ, അതാണ്. അതും കൊണ്ടാണ് ഈ കൊച്ച് തിന്നാനായിട്ട് അങ്ങോട്ട് പോയത്. അപ്പം അവനത് തിന്നിട്ടും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അത് എടുത്ത് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞ് മക്കാനാ. അപ്പോൾ മീനൊക്കെ ഞാൻ പറക്കിയിട്ട് അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് ഇതിലെ റെസിപ്പി നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സി യു.